ഡെങ്കിപ്പനി പ്രതിരോധ ദിനാചരണം സംഘടിപ്പിച്ചു. ഇതോടനുബന്ധിച്ച് പന്മന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ റാലി നടത്തി. ക്ലാസും സംഘടിപ്പിച്ചു. ഡെങ്കിപ്പനി പ്രതിരോധ ദിനാചരണത്തിന്റെ പന്മന ഗ്രാമപഞ്ചായത്ത് തല ഉദ്ഘാടനമാണ് നടത്തിയത്. ഇതോടനുബന്ധിച്ച് ബോധവൽക്കരണ റാലിയും സംഘടിപ്പിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഷംല നൌഷാദ് ബോധവൽക്കരണ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ബോധവൽക്കരണ ക്ലാസ് ഉദ്ഘാടനം ചെയ്തു. ഡെങ്കു പ്രതിരോധം എന്നത് വളരെ ഗൗരവമായി നാം ഏറ്റെടുക്കേണ്ട ഒരു ഉത്തരവാദിത്തമായി മാറിയിരിക്കുകയാണ്. കാരണം കഴിഞ്ഞ വർഷം 38 കേസുകളാണ് ഡെങ്കു കേസുകൾ നമ്മുടെ പഞ്ചായത്തിലുണ്ടായിരുന്നത്. അതിനു മുൻപ് 140 കേസുകൾ അതിന് മുൻപത്തെ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരുന്നു. 2 മരണവും ഉണ്ടായി. എന്നാൽ ഈ വർഷം ഇതുവരെ 4 ഡെങ്കു കേസുകളും അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബി ആയിട്ടുള്ള കേസുകൾ, എലിപ്പനി തന്നെ 2-3 എണ്ണം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക്. അപ്പോൾ ജില്ലയിലെ തന്നെ ഒരു ഹോട്ട്സ്പോട്ട് ഏരിയ ആയിട്ടാണ് നമ്മുടെ ഈ പഞ്ചായത്തിൻ്റെ ഈ പ്രദേശങ്ങളെ കാണുന്നത്. നമുക്ക് ഡെങ്കു പ്രതിരോധം എന്നത് കേവലം ഒരു ഡെങ്കിപ്പനിയുടെ പ്രതിരോധ പ്രവർത്തനം എന്നതിനപ്പുറത്തേക്ക് നമുക്ക് കൂടുതൽ ശ്രദ്ധയോടുകൂടി ഈ പ്രവർത്തനങ്ങളെ കാണേണ്ടതായിട്ടുണ്ട്. കാരണം ഡെങ്കു ബാധിച്ച ഒരാൾക്ക് സെക്കൻഡ് അറ്റാക്ക് വരികയാണെങ്കിൽ ഹെമറേജ് ഉണ്ടായി, ബ്ലീഡിംഗ് ഉണ്ടായി മരണപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഒരു ഡെങ്കിപ്പനിക്ക് വിധേയനാകുന്ന ഒരാൾക്ക് ഭാവിയിൽ ഉണ്ടാകാവുന്ന മറ്റു രോഗങ്ങളിൽ നിന്നുണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകൾ അതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഈ റാലി ഇന്നിവിടെ സംഘടിപ്പിച്ചത് തന്നെ. വൈസ് പ്രസിഡന്റ് ഷംന റാഫി അധ്യക്ഷത വഹിച്ചു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുകന്യ, ജനപ്രതിനിധികളായ രഞ്ജിത്ത്, പ്രദീപ്, HS മന്നൻപിള്ള, HI ഷിബു, JPHN, JHI, ആശാവർക്കർമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ.